സർക്കിളിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു സർക്കിൾ. സോ ഈ സർക്കിളിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കോഡ് എന്താണെന്നാണ് കോഡ്. സെഗ്മെന്റ് ദാറ്റ് ജോയിൻസ് എനി 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിനകത്തുള്ള ഏതെങ്കിലും 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന വരയെ വിളിക്കുന്ന പേരാണ് കോഡ്. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഒരു ഈ പോയിന്റും എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കോഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സീക്കൻഡ്. സീക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ദാറ്റ് കട്ട്സ് എ സർക്കിൾ അറ്റ് 2 പോയിന്റ്സ്. സീക്കൻഡ് നമ്മൾ സർക്കിൾ ഏതിൻ്റെ പോയിന്റ് കട്ട് ചെയ്യും. ഇപ്പോൾ പി ക്യൂ ആണ് ഞാൻ എടുക്കുന്നു. സീക്കൻഡ് എന്ന് പറഞ്ഞാൽ ലൈൻ ആയിരിക്കും. സീക്കൻഡ് തന്നെ ഒരു പോർഷനാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് അത് സർക്കിളിന്റെ ഡയമീറ്റർ തന്നെയാണ്. കോഡ് നോക്കും, കോഡ് മേലോട്ട് പോകുന്നതും കോഡ് വലുതായി വരും. അങ്ങനെ ഡയമീറ്റർ ആണ് ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത്. സോ കോഡ് സീക്കൻഡ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. കോഡ് എന്ന് പറയുമ്പോൾ ഈ സീക്കൻഡ് തന്നെ ഒരു പോർഷൻ കണ്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് കോഡ്. ഇനി നമുക്ക് സർക്കിളിനെ കുറിച്ചുള്ള കുറേ തിയറംസ് ഉണ്ട്. ഫസ്റ്റ് തിയറം വെച്ച് നോക്കാം. അപ്പോൾ കോഡ് ലൈൻ സെഗ്മെന്റ് അല്ലേ, ലൈനകത്തുള്ള സെഗ്മെന്റ്. ലൈൻ ഇത് ലൈൻ സെഗ്മെന്റ്. സോ കോഡിന്റെ പ്രത്യേകത, കോഡ് വരയ്ക്കുമ്പോൾ നമുക്ക് വലിയ പോർഷൻ വരുന്നില്ലേ, വലിയ പോർഷൻ വിളിക്കുന്ന പേരാണ് മേജർ സെഗ്മെന്റ്. ചെറിയ സെഗ്മെന്റ് വന്നത് ഈ ഒരു സാധനം, ഈ ഒരു പോർഷൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് മൈനർ സെഗ്മെന്റ്. ഓക്കെ, അപ്പോൾ കോഡ് വരച്ചു. കോഡ് വന്നു കഴിയുമ്പോൾ സർക്കിളിന് 2 പോർഷൻ ആവും, ഒരു മേജർ സെഗ്മെന്റും ഒരു മൈനർ സെഗ്മെന്റും. അപ്പം ഡയമീറ്റർ എന്ന കോഡിന് മേജർ സെഗ്മെന്റ് മൈനർ സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈക്വലി ആണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് വരും പറയാം. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് 2 കോഡുകളുണ്ട്. ആ 2 കോഡുകളുടെയും നീളം തുല്യമായി വന്ന 2 കോഡുകൾ. ഒരു കോഡ് നമ്മൾ എവിടെ വരച്ചു, ആ സെയിം നീളം വരുന്നൊരു കോഡിനെ നമ്മൾ വേറെ വരച്ചു. 2 കോഡുകളുണ്ട്. സോ ഇവിടെ ഞാൻ ഇതിനിപ്പം എ ബി എന്ന് വിളിക്കാം, ഇതിനെ ഞാൻ പി ക്യൂ എന്ന് വിളിക്കാം. ഹിയർ എ ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, പി ക്യൂ ആണ്. ദെൻ അപ്പോൾ നമുക്ക് സെയിം ലെങ്ത് ഉള്ള 2 കോഡുകൾ ഒരു സർക്കിളിനുള്ളിൽ നമ്മൾ വരച്ചിട്ടിരിക്കുകയാണ്. സോ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ സർക്കിളിന്റെ സെൻറ്റർ നോക്കുക. സെൻറ്റർ എന്താണ്, ഓ. ഈ സെൻറ്ററുമായിട്ട് ഈ പറയുന്ന ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിളും അതിനൊക്കെ ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് 2 ഈക്വൽ കോഡുകൾ ഉണ്ടെങ്കിൽ ആ കോഡുകൾ സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. സോ അതിന്റെ ഫലമായിട്ട് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഇത് എന്തുകൊണ്ട് സെയിം ആവുമെന്ന് വെച്ചാൽ നമ്മൾ നോക്ക്, ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. കാരണം നോക്ക്, ഇതെന്ന് പറയുന്നത് റേഡിയസ്, ഇതും റേഡിയസ്, ഇതും റേഡിയസ്, ഇതും റേഡിയസ്. ഈ 2 കോഡും സെയിം ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ. സോ അപ്പോൾ 3 സൈഡ്സ് തുല്യമായി വരുന്നതുകൊണ്ട് SSS ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയിട്ട് വരും. സോ അതിന്റെ ഫലമായിട്ട് PQO എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻ്റ് ട്രയാങ്കിളും അതിനൊക്കെ തന്നെ ABO എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻ്റ് ട്രയാങ്കിളും വരും. ഓക്കെ, അപ്പം ആംഗിൾ P ആംഗിൾ എക്ക് തുല്യമായിരിക്കും, ആംഗിൾ Q ആംഗിൾ ബിക്ക് തുല്യമായിരിക്കും. ഈ 2 ആംഗിൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഒരു കാര്യം, നമുക്ക് ഒരു ട്രയാങ്കിളിനകത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതായത് ഐസോസിലസ് ട്രയാങ്കിൾ തിയറം അറിയാലോ. ഒരു ട്രയാങ്കിളിനകത്ത് 2 സൈഡ്സ് തുല്യമായി വന്നാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും തുല്യമായിരിക്കും. സോ അതിന്റെ ഫലമായിട്ട് ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്താൽ ഈ 2 സൈഡും എന്താ, റേഡിയസ്. അപ്പോൾ 2 തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസും തുല്യം. സോ ഇതെന്താണോ അത് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ആംഗിൾ പിയും ആംഗിൾ ക്യൂവും സെയിം ആയിരിക്കും. സിമിലർ കൺസെപ്റ്റ് ഇവിടെ ഉപയോഗിച്ചാൽ, ഐസോസിലസ് തിയറം ഇവിടെ ഉപയോഗിച്ചാൽ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമായിരിക്കും. കാരണം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസും തുല്യം. ഈ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസ് തുല്യം എന്ന കൺസെപ്റ്റ് ഒരു ട്രയാങ്കിളിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഈ തിയറത്തിൽ നിന്ന് കിട്ടിയ ഐഡിയ എന്ന് പറയുന്നത് 2 കോഡുകളുണ്ട്. ആ കോഡുകളുടെ ലെങ്ത് സെയിം ആണെങ്കിൽ അവർ സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ തിയറം 1ന്റെ എക്സ്റ്റൻഷൻ, തിയറം 1 തന്നെയാണ് തിയറം 3യും. ഒരു വ്യത്യാസമില്ല. 2 കോഡുകൾ സെയിം ലെങ്ത് ആണെങ്കിൽ, അപ്പം AB ഈക്വൽ ടു PQ. അപ്പം AB എന്ന് പറയുന്ന ഒരു കോഡ്, അത് കണക്ക് PQ എന്ന് പറയുന്ന വേറൊരു കോഡ്, ഈ 2 കോഡുകളും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവർ സെൻട്രൽ നിന്നും ഇവർ അകലെ നോക്കുക. അപ്പോൾ സെൻട്രൽ നിന്നും ഇവരുടെ അകലവും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ സെൻട്രൽ നിന്ന് ഈ കോഡിലോട്ട് എത്ര ദൂരം വരുന്നു അത്രയും അകലം തന്നെ ആയിരിക്കും സെൻട്രൽ നിന്നും ഈ കോഡിലോട്ട് വരുന്നത്. അത് ഇവിടെ നമുക്ക് പറയുന്നത് രണ്ടും സെയിം തിയറം തന്നെയാണ്. അതായത് 2 കോഡുകൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, ഈക്വൽ നീളമാണെങ്കിൽ സെൻട്രൽ നിന്നും ആ കോഡുകളിലോട്ടുള്ള ദൂരം തുല്യമായിരിക്കും. സോ ഇവിടെ അങ്ങോട്ട് 4 ആണെങ്കിൽ ഇങ്ങോട്ട് 4, ഇവിടെ അങ്ങോട്ട് X ആണെങ്കിൽ ഇതും X. ഓക്കെ, ഈ നീളം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ നീളമായിരിക്കണം. സോ ഈ കോഡിൽ നിന്ന് ഈ കോഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ നീളവും ഈ കോഡിൽ നിന്ന് ഈ കോഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ നീളവും എന്തായിരിക്കും, തുല്യമായിരിക്കും. സെൻട്രൽ നിന്ന് അവർക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. കുറേ കാര്യങ്ങൾ പറയാം. 2 കോഡുകൾ ഈക്വൽ ആയാൽ അവർ സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. ഈ തിയറം അനുസരിച്ച് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് തുല്യമായിരിക്കും. അവരുടെ ഉണ്ടാക്കുന്ന ഈ ആർക്ക് ലെങ്ത് തുല്യമായിരിക്കും. ഓക്കെ, സെൻട്രൽ നിന്നും ആ കോഡുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് തുല്യമായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തിയറത്തിൽ പറയാൻ പറ്റും. ഈ കോഡുകൾ എങ്ങനെയാണല്ലോ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഈ കോഡിനെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ, ഒരു കോഡ് ഇങ്ങനെ ഇരിക്കുവാണ്, വേറൊരു കോഡ് ഇങ്ങനെ, ഇത് സീക്വൻ്റ് ആയി പോയി. എന്തായാലും ഇതൊരു കോഡ് 2 എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 2 കോഡുണ്ട്, രണ്ടിൻ്റെയും ഈ കോഡിലോട്ട് ഉള്ള പെർപെൻഡിക്കുലർ നീളം ഈ 2 കോഡുകൾ സെയിം ആയാൽ സെൻട്രൽ നിന്നും അതിലോട്ടുള്ള പെർപെൻഡിക്കുലർ നീളം തുല്യമാണെന്നല്ലേ പറഞ്ഞു. ഒരു കോഡേ ഉള്ളെന്ന് വിചാരിക്കാം, AB എന്ന് ഒരു കോഡ് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കാം. ഓക്കെ, AB എന്ന ഒരൊറ്റ കോഡേ ഉള്ളൂ. ഈ കോഡിലോട്ട് ഞാൻ സെൻട്രലിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ. അപ്പോൾ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ 90 ഡിഗ്രി വരയ്ക്കുന്ന വര ഉറപ്പായിട്ടും ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും വന്ന് മുട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇഫ് യു ഡ്രോപ്പ് എ ലൈൻ ഫ്രം ദ സെൻറ്റർ സോ ദാറ്റ് ഇറ്റ് കട്ട്സ് ദ കോഡ് അറ്റ് 90 ഡിഗ്രിയിലുള്ള വര വരച്ചു സെൻട്രൽ നിന്നും കോഡിലേക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ദ കോഡ് എക്സാക്ട്ലി ഹാഫ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ 90 ഡിഗ്രി വരച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് 2 ഹാഫായി കട്ട് ചെയ്യും. സോ ഇതിൻ്റെ ഫലമായിട്ട് കൂടെ വരച്ചാൽ ഹാഫ് ഓഫ് AB. അതാണ് തിയറി. സെൻറ്റർ പോയിന്റ് ഉണ്ട്. സോ ഒരു കോഡ് ഞാൻ എടുക്കുകയാണ്, കോഡിൻ്റെ പേര് AB. ഈ കോഡ് സെൻറ്ററുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളിൻ്റെ വാല്യൂ എനിക്ക് അറിയാം, തീറ്റ. അപ്പോൾ ഇതേ കോഡ്
ഇതൊരു സെൻട്രലിൽ ഉണ്ടാക്കിയേ, വേറെ എവിടെയെങ്കിലും സർക്കിളിൻ്റെ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ തീറ്റ ബൈ 2 എഴുതുന്നതിനേക്കാൾ ഇതിന് 2 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെയിം കോഡ്, ഒരേ കോഡ് അല്ലെങ്കിൽ ഒരു ആർക്കിൻ്റെ പോയിന്റ് ആയിട്ടുള്ള എ ബി അല്ലെങ്കിൽ കോഡിൻ്റെ പോയിന്റ് ആയിട്ടുള്ള എ ബി സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ സർക്കിളിൻ്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, അതാണ് തിയറം 4 എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ അതുപോലെ ആലോചിച്ചാൽ മതി. തിയറം 5 എന്തോ പറയുന്നത് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന കോഡ് വരയ്ക്കാൻ നമ്മൾ എല്ലാത്തിനും കോഡ് വരച്ചിട്ടാണ് ഓരോന്നിനും കോഡ് വരച്ചിട്ടാണ് റിലേഷൻ കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ വരയ്ക്കുന്ന കോഡെന്ന് പറഞ്ഞാൽ ഡയമീറ്ററായ കോഡാണ്, അതായത് ഡയമീറ്റർ തന്നെയാണ്. അറിയാമല്ലോ, ഏറ്റവും നീളം കൂടിയ കോഡെന്ന് പറഞ്ഞാൽ അത് ഡയമീറ്റർ ആയിരിക്കും. സോ അതിനെ തന്നെ നമ്മൾ വരച്ചു. അപ്പോൾ നമുക്കറിയാലോ കോഡ് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ ഇവിടെ എന്തായിരിക്കുന്ന 180. സോ അക്കോർഡിംഗ് ടു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ കോഡ് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഫലമായിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഇതാണ് ഒരു ട്രയാംഗിൾ വരച്ചിട്ടാൽ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒരു ട്രയാംഗിൾ വരച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ഇത് 180, അതിൻ്റെ പകുതിയായ 90 ആയിരിക്കും ഇത്. ഓക്കെ, അതായത് ഇതിപ്പോൾ ഇവിടെ വരച്ചാലും എന്തായിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ നേർപകുതി 90 ആയിരിക്കും ഇത്. സോ ഈ ഫിഗറിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 90 വന്നപ്പോൾ ഇവിടെ 90. സോ ഇവിടെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ രൂപപ്പെട്ടു. അപ്പോൾ നമ്മൾ സർക്കിളിനകത്ത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ വന്നാൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ രണ്ട് വശങ്ങളുടെ സമയം എപ്പോഴും 180 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 90 വന്നാൽ ഇവിടെ 90 നമുക്ക് ഇതിപ്പം ഇത് 130 വന്നാൽ അതിൻ്റെ പകുതി 90. സോ ആ 90 തന്നെ ഇവിടെ വരും, കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഈ രൂപത്തിനകത്തിരിക്കുന്ന ഈ ഒരു ക്വാഡ്രിലാറ്റർ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്, സർക്കിളിനകത്ത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുന്നു. സോ ഈ കൺസെപ്റ്റ് നമുക്ക് വേറെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കോഡ് ഡയഗണലായിട്ട് വരുന്ന കുറച്ച് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ച് കഴിഞ്ഞാൽ, സോ ഇതിപ്പം സെൻറ്ററാണ്. സോ ഞാൻ ഇതിനെ ഒരു കോഡ് വരച്ചു. ഈ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, ഈ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇവിടെ. സോ ഇവിടെ ഞാനിപ്പോൾ തീറ്റ എഴുതുന്നു. സോ ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും, സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. സോ 180 മൈനസ് തീറ്റ. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നതാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കിളിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററിനെ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മൂലയും സർക്കിൾ മുട്ടുന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സോ ഈ ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകളുടെ സമ്മ് എന്തായിരിക്കും, 180 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ഡി. സോ ഇതിൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരും. അതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരും. സോ ഇതാണ് ഫസ്റ്റ് റൂൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗണൽസുമായിട്ട് ബന്ധപ്പെട്ട സൈഡും ഡയഗണലും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡയഗണൽ ടു സൈഡ് റിലേഷൻ അതാണ് നമ്മൾ പറയുന്നത്. രണ്ട് ഡയഗണൽസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ സി ഇൻറ്റു ബി ഡി ചെയ്യുന്നത് സെയിം ആസ് എ ബി ഇൻറ്റു ഡി സി ആണ്. കാരണം രണ്ട് ഡയഗണൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ. ഇവിടെ എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, ഡി സി. സോ എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡി സിയും പ്ലസ് ബി സിയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള എ ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതായത് പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡുകളുടെ പ്രൊഡക്റ്റുകളുടെ സം എന്ന് പറയുന്നതാണ് ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഈ വശം എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആയി കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ഹെറോസ് ഫോർമുലയുടെ വേറൊരു വേർഷൻ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഇൻറ്റു എസ് മൈനസ് ഡി. ഞാൻ പറഞ്ഞു എസ് എപ്പോഴും സെമിയാ. ഇവിടെ എന്തിൻ്റെ സെമിയാ, പെരിമീറ്ററിൻ്റെ സെമി. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ബൈ 2. തിയറം 7 പറയുന്നത് ഒരു പോയിന്റ് എടുക്കുന്നു, നമ്മൾ സർക്കിളിൽ പുറത്തുള്ള പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലോട് രണ്ട് ടാൻജന്റുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ടാൻജന്റ്, ഇത് സെക്കൻഡ് ടാൻജന്റ്. സോ ഇവിടെ പറയുന്നത് തിയറം 7 പറയുന്നത് ഈ ടാൻജന്റുകളുടെ നീളം തുല്യമായിരിക്കും. ലെങ്ത് ഓഫ് ദ ടു ടാൻജന്റ്സ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു സർക്കിൾ ഈക്വൽ എന്ന് പറയുന്നത് കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സീക്കൻഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പറയാം സീക്കൻഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു ജനറലി പറയാം. ഈ കേസിൽ സീക്കൻഡുകൾ തന്നെയാണ്, നമ്മൾ എക്സ്റ്റൻഷൻ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ കോഡുകൾ സർക്കിളിനകത്ത് വെച്ച് കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ലൈൻസുകൾ അഥവാ സീക്കൻഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു. ഈ കേസിൽ രണ്ട് സെഗ്മെന്റ് ഉണ്ടായി, ഇവിടെ രണ്ട് സെഗ്മെന്റ് ഉണ്ടായി. സോ പ്രൊഡക്റ്റ് ഓഫ് ദ സെഗ്മെന്റ് ഓഫ് വൺ ലൈൻ ഈക്വൽസ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സെഗ്മെന്റ് ഓഫ് ദ അതർ ആണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. സോ ഈ റിലേഷൻ ഞാൻ എഴുതിയാൽ ഇതിപ്പോൾ എ, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇ, ഇത് ബി, ഇത് ഡി, ഇത് സി ആയാൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇടപെടുത്താം. ഇവിടെ മുട്ടി ഈ പോയിന്റ് എ, ഇവിടെ മുട്ടി ഈ പോയിന്റ് ഇ, ബി, ഈ പോയിന്റ് ഇ, കൂട്ടിമുട്ടി പോയിന്റ് പേര് ഇവിടെ കൂട്ടിമുട്ടി പോയിന്റിന്റെ പേര് ഇ, ഇവിടെ ഡി, ഇത് സി. സോ എന്ത് പറയാം, ഇവിടെ എഴുതാം എന്താ പറഞ്ഞത്, പ്രൊഡക്റ്റ് ഓഫ് ദ സെഗ്മെന്റ് ഓഫ് ദ വൺ ലൈൻ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സെഗ്മെന്റ് ഓഫ് ദ അതർ ലൈൻ. ഓക്കെ, ഒരു ലൈനിൻ്റെ സെഗ്മെന്റുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മറ്റേ ലൈനിൻ്റെ സെഗ്മെന്റുകളുടെ പ്രൊഡക്റ്റുകൾക്ക് തുല്യമായിരിക്കും. സോ ഇവിടെ എഴുതിയാൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ, പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് along one line to both ends of the circle. സർക്കിളിൻ്റെ എൻഡിലോട്ട് എഴുതുക ഇ എ ഇൻറ്റു ഇ ബി വിച്ച് ഇസ് ഈക്വൽ ടു ഇ സി ഇൻറ്റു ഇ ഡി. ഇതാണ് റിലേഷൻ. അതുകൊണ്ട് ഇവിടെ എഴുതുക ഇ എ എന്ന് പറയുമ്പോൾ ഇ എ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ തുടങ്ങിയിട്ട് സർക്കിളിൻ്റെ അടുത്തോട്ട് പോവുക, സർക്കിളിൻ്റെ മുട്ടുന്ന അവിടെ പോകുക. അപ്പോൾ ഇ എ ഇൻറ്റു ഇ ബി വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഡി ഇൻറ്റു ഇ സി. ഇതാണ് തിയറം 10.